ഇന്ന് പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയാലോ. അതിനായിട്ട് ഞാനിവിടെ 3 പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ പാനിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് പഴം ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ചെറുതായി മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ബദാം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് തേങ്ങ ചിരകിയതും 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് അല്പം റവ ചേർത്ത് നല്ലതുപോലെ മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറാനായിട്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് നമുക്കതിൻ്റെ ഷേപ്പാക്കി മാറ്റാം. റൗണ്ട് ഷേപ്പ്, ഒരു ബോളിൻ്റെ ഷേപ്പാണ് കേട്ടോ ഞാൻ ആക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാം ഷേപ്പാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പകുതി ഫ്രൈ ചെയ്തെടുക്കാം, പകുതി ഫ്രൈ ചെയ്യാതെയുമാണ് കേട്ടോ. അതൊന്ന് മുരിഞ്ഞ് വരുന്നത് വരെ മാത്രം നമ്മളൊന്ന് എണ്ണയിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബനാന ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ഫ്രൈ ചെയ്തതാണ്. ഫ്രൈ ചെയ്യാത്തതും ടേസ്റ്റാണ്, പക്ഷെ ഒന്നുകൂടെ ടേസ്റ്റ് തോന്നിയത് എനിക്ക് ഫ്രൈ ചെയ്തതാണ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം.